ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സൂര്യാനി സഭ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നോയമ്പാണ് ഷൂനോയോ നോയമ്പ്. ഷൂനോയോ എന്ന വാക്കിൻ്റെ അർത്ഥം വാങ്ങിപ്പെന്നാകുന്നു. നോമ്പാലും പ്രാർത്ഥനയാലും നാം ഈ 15 ദിവസത്തെ നോയമ്പ് പൂർത്തിയാക്കി വിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ നെട്ടോട്ടമോടുമ്പോൾ നാം ചില ചിന്തകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നാം ചില മാതാവിൻ്റെ വിശേഷതകൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒന്നാമത്തെ വിശേഷതയാണ് മാതാവിൻ്റെ സമർപ്പണവും മാതാവിൻ്റെ എളിമത്വവും. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഐ ആം ദ ലോർഡ്സ് സെർവൻറ്റ്, ലെറ്റ് ഇറ്റ് ഹാപ്പൻ അക്കോർഡിംഗ് ടു യുവർ വിൽ, which is written in the book The Gospel according to St. Luke chapter 1 verses 38. അതിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ നാം ഇതും വായിക്കുന്നുണ്ട്. അതായത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, For nothing is impossible through God. അതായത് ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. നാം ഈ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ പല പ്രയാസങ്ങളും പല തടസ്സങ്ങളും നാം നേരിടാറുണ്ട്. പക്ഷെ മാതാവ് കാണിച്ചു തന്ന ആ സമർപ്പണം, ദൈവത്തിൻ്റെ പദ്ധതിയെ മനസ്സിലാക്കി നാം ജീവിക്കുമ്പോൾ നമുക്ക് ഒരു പ്രയാസവും അറിയത്തില്ല. വേദപുസ്തകത്തിൽ നാം ഒരു വാക്യം കൂടെ വായിക്കുന്നുണ്ട്, അതായത് സൂനോറോ. സൂനോറോ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം ഇടക്കെട്ടെന്നാകുന്നു. വിശുദ്ധ ദൈവമാതാവ് മരണം പ്രാപിക്കുകയും സംസ്കരിക്കപ്പെടുകയും തുടർന്ന് വിശുദ്ധ ദൈവമാതാവിൻ്റെ ശരീരം പറുദീസയിലേക്ക് എടുക്കപ്പെടുന്നതായി സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തന്മൂലം വിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുശേഷിപ്പ് ഇടക്കെട്ടും കൈലാസ്യം മാത്രമാകുന്നു. ഇവ രണ്ടും നേരിട്ട് ദർശിക്കുവാനുള്ള അനുഗ്രഹം ലഭിച്ചത് വിശുദ്ധ തോമസ് ലീഹയ്ക്കായിരുന്നു. ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ട വിശുദ്ധ തോമസ് ലീഹ പരിശുദ്ധ റൂഹ വഴി ദൈവമാതാവിൻ്റെ മരണത്തെ അറിയുകയും യെരുശലേമിൽ ദൈവമാതാവിനോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടുന്നതായി നാം വായിക്കുന്നുണ്ട്. വഴിമധ്യേ ഓയാരിൽ ദൈവമാതാവിൻ്റെ ശരീരം വഹിച്ചുകൊണ്ട് പറുദീസയിലേക്ക് മാലാഖമാരോടൊപ്പം വിശുദ്ധന്മാരോടൊപ്പം ശുദ്ധിമതികളോടൊപ്പം സംഘത്തെ ദർശിക്കുകയും വിശുദ്ധൻ്റെ വാക്കുപ്രകാരം ദൈവമാതാവിൻ്റെ ദർശനം ലഭിക്കുകയും ചെയ്യുക മാത്രമല്ല, അവളുടെ കൈലാസ്യം അവളുടെ ഇടക്കെട്ടും വിശുദ്ധ മർത്തോമാസ് ലീഹയ്ക്ക് ലഭ്യമാകുന്നു എന്നും നാം പഠിക്കുന്നുണ്ട്. ഇവയുമായി വിശുദ്ധ തോമസ് ലീഹ മറ്റ് സ്ലീഹന്മാരോടൊപ്പം വിശുദ്ധ മാതാവിൻ്റെ കബറെടുത്ത് ചെല്ലുകയും അവിടെ ശരീരം ദർശിക്കാതെ അവർ തമ്മിൽ വിസ്മയിച്ചിരിക്കുമ്പോൾ തനിക്ക് ലഭിച്ചതായ ഇടക്കെട്ടും കൈലാസ്യം അവരെ കാണിക്കുകയും അതിനെ തുടർന്ന് ദൈവമാതാവിൻ്റെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായി താൻ കണ്ട ദൃശ്യം അവരെ അറിയിക്കുകയും ചെയ്യും. കാലാന്തരത്തിൽ വിശുദ്ധ സൂനോറോ പൂരയിലേക്കും അതിനെ തുടർന്ന് ഹോംസിലെ വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയിലേക്കും മാറ്റപ്പെട്ടതായി സഭ നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ദൈവമാതാവിൻ്റെ ഷൂനോയോ പെരുന്നാൾ നമുക്ക് അഭയവും കോട്ടയമായിരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.